നമസ്കാരം, റൈറ്റ് സ്റ്റോറി ന്യൂസിലേക്ക് സ്വാഗതം. എന്നും യുദ്ധങ്ങൾ ലഹരിയായി കണ്ട യുഎസിന് ഇതെന്താണ് സംഭവിച്ചത്? ട്രംപിന്റെ രണ്ടാം വരവിൽ പശ്ചിമേഷ്യയിലെ യുദ്ധങ്ങൾ അവസാനിപ്പിക്കാനുള്ള പദ്ധതിയിലാണ് ശതകോടീശ്വരനായ ഇലോൺ മസ്ക്. ഇറാന്റെ ഉപരോധത്തിൽ പോലും അയവ് വരുത്തി അമേരിക്ക യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ എന്തായിരിക്കും അതിന് പിന്നിലുള്ള ഗൂഢലക്ഷ്യം? നമുക്ക് പരിശോധിച്ചു നോക്കാം. ട്രംപ് ഭരണകൂടത്തിൽ നിർണായക പദവി ലഭിച്ചതിനു പിന്നാലെ ടെസ്ല ഉടമ ഇലോൺ മസ്ക് ഐക്യരാഷ്ട്രസഭയിലെ ഇറാൻ അംബാസഡറുമായി കൂടിക്കാഴ്ച നടത്തിയതായിട്ട് റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. ദ ന്യൂയോർക്ക് ടൈംസ് ആണ് ഇക്കാര്യം പുറത്തുവിട്ടിരിക്കുന്നത്. തിങ്കളാഴ്ച രഹസ്യകേന്ദ്രത്തിൽ വെച്ച് കണ്ടുമുട്ടിയ ഇരുവരുടെയും കൂടിക്കാഴ്ച 1 മണിക്കൂറിലേറെ നീണ്ടതായിട്ടാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ ഏറ്റവും അധികം പണം ചെലവിട്ടതും പ്രവർത്തിച്ചതും എക്സ് സിഇഒ ആയ ഇലോൺ മസ്ക് തന്നെയാണ്. സാമ്പത്തികമായും വ്യക്തിപരമായും ട്രംപിന്റെ വിജയത്തിൽ നിർണായക സ്ഥാനം വഹിക്കുന്ന വ്യക്തി കൂടിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായ ഇലോൺ മസ്ക്. അതുകൊണ്ട് തന്നെ ട്രംപ് അദ്ദേഹത്തിനോടുള്ള തന്റെ കടപ്പാടിന്റെ സൂചകമായി ഭരണത്തിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥാനവും നൽകി കഴിഞ്ഞു. ട്രംപ് ഭരണകൂടത്തിൽ ഉറപ്പായും ഉണ്ടാകുമെന്ന് കരുതിയിരുന്ന 2 പേരാണ് ഇലോൺ മസ്കും കേരളത്തിൽ വേരുകളുള്ള വിവേക് രാമസ്വാമിയും. പുതുതായി അമേരിക്കയിൽ രൂപീകരിക്കുന്ന സർക്കാരിന്റെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഫിഷ്യൻസി അഥവാ ഡോഡ്ജിന്റെ ചുമതലയാണ് ഇരുവർക്കും നൽകിയിട്ടുള്ളത്. ബിസിനസ് ലോകത്ത് 2 പ്രബലരെ ട്രംപ് അത്തരമൊരു ജോലി കൊടുത്തത് ഒരു പ്രഖ്യാപനത്തോടെയാണ്. അമേരിക്ക ബിസിനസ്സുകാർക്ക് കൂടുതൽ കരുത്താകുമെന്ന വലിയ പ്രഖ്യാപനം. അമേരിക്കൻ പ്രസിഡന്റായി സ്ഥാനമേൽക്കുന്നതിന് മുൻപ് തന്നെ ട്രംപിന് വേണ്ടി മസ്ക് രംഗത്തിറങ്ങി എന്ന് വേണം മനസ്സിലാക്കാൻ. യുദ്ധം അവസാനിപ്പിക്കണമെന്ന ആവശ്യവുമായിട്ടാണ് ശതകോടീശ്വരനായ ഇലോൺ മസ്ക് ഇറാനിലേക്ക് എത്തുന്നത്. പശ്ചിമേഷ്യ ഇലോൺ മസ്കിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസിന്റെ വളർച്ചയ്ക്ക് അത്യാവശ്യ ഘടകമാണ്. എന്നാൽ യുദ്ധം വന്നതോടെ സ്ഥിതിഗതികൾ വഷളാകുകയാണ്. പുതിയ അനുനയന ചർച്ചകൾക്ക് മസ്ക് തുടക്കം കുറിക്കുന്നതിന്റെ പിന്നിലെ കാരണം വളരെ സിമ്പിളാണ്: ബിസിനസ് മാത്രം. മസ്കിനെ പോലെ തന്നെ ഡൊണാൾഡ് ട്രംപും ലോകത്തെ അറിയപ്പെടുന്ന 1-ാം നമ്പർ ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും ഇലോൺ മസ്കിനെ പോലെ പശ്ചിമേഷ്യയിൽ വലിയ ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്. ടീം ജോ ബൈഡനിൽ നിന്നും ടീം ട്രംപിനെ വ്യത്യസ്തമാക്കുന്നതും വ്യക്തിപരമായ ഈ ബിസിനസ് താൽപര്യങ്ങൾ ഒന്നുതന്നെയാണ്. ഇറാനുമായി എന്നും കലഹിച്ച പ്രസിഡന്റാണ് ട്രംപ് എന്ന വസ്തുത നിലനിർത്തിക്കൊണ്ട് തന്നെ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നതിന്റെ കാരണം ബിസിനസ് താൽപര്യം തന്നെയായിരിക്കണം. മാത്രവുമല്ല, മസ്ക് ഇവിടെ നേരിട്ട് രംഗത്തെത്തുമ്പോൾ മറ്റൊരു കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ മസ്ക് അമേരിക്കയുടെ ഈ പോക്ക് ശരിയല്ലെന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരുന്നു. അമേരിക്കയ്ക്ക് വലിയ സാമ്പത്തിക ആഘാതമാകുകയാണ് സമാന്തരമായി നടക്കുന്ന 2 യുദ്ധങ്ങളെന്നാണ് അന്ന് മസ്ക് പറഞ്ഞിരുന്നത്. ഈ അവസ്ഥ തുടർന്നാൽ അമേരിക്കയുടെ സാമ്പത്തികാവസ്ഥ തകിടമറിയുമെന്നായിരുന്നു മസ്കിന്റെ അന്നത്തെ താക്കീത്. തന്റെ ഉറ്റ സുഹൃത്ത് ട്രംപ് അധികാരത്തിലെത്തുന്നതോടെ കാര്യങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്ന് തന്നെയാണ് മസ്ക് അന്ന് പറഞ്ഞിരുന്നത്. ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അത് അമേരിക്കയ്ക്ക് മാത്രമല്ല, വ്യക്തിപരമായി തങ്ങൾക്കും വലിയ നഷ്ടമുണ്ടാകുമെന്ന് തിരിച്ചറിയുന്ന ട്രംപും മസ്കും ഉക്രൈൻ റഷ്യ യുദ്ധം മാത്രമല്ല, ഇറാനും അവരുടെ ഗ്രൂപ്പുകളുമായുള്ള ഇസ്രയേലിന്റെ സംഘർഷവും അവസാനിപ്പിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കുന്നതിന് മുൻപ് തന്നെ മസ്ക് കരുക്കൾ ഇതിനായിട്ട് നീക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി ആദ്യഘട്ട സംഭാഷണം നടത്തിയിരുന്നത്. ഈ ചർച്ചയിൽ ട്രംപിന് പുറമെ മസ്കും പങ്കെടുത്തിട്ടുണ്ട്. താൻ അധികാരമേറ്റ് 24 മണിക്കൂറിനുള്ളിൽ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിക്കുമെന്ന് തന്നെയാണ് ട്രംപിന്റെ പ്രഖ്യാപനം വന്നത്. ഉക്രൈൻ ആയുധങ്ങളും പണവും നൽകുന്നത് നിർത്തണമെന്ന തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ആവശ്യപ്പെട്ട ട്രംപിന്റെ പുതിയ നീക്കം വലിയ തിരിച്ചടിയാണ് ഉക്രൈന് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. മാത്രവുമല്ല, നാറ്റോ സഖ്യത്തിലെ അമേരിക്കയുടെ അപ്രമാദിത്വം നിലനിർത്താൻ വേണ്ടി അമേരിക്ക ഇറക്കുന്ന ഫണ്ടിങ്ങിലും ട്രംപിന് എതിർപ്പുകളുണ്ട്. ട്രംപ് അധികാരമേറ്റാൽ ഈ സഹായം നിർത്തലാക്കുമെന്നതും ഉറപ്പ് തന്നെയാണ്. അങ്ങനെ സംഭവിച്ചാൽ അതോടെ ഉക്രൈന് ഒരു നിമിഷം പോലും പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, അമേരിക്ക എതിരായാൽ ജൂതനായ സെലൻസ്കി ഇസ്രയേലിന് പോലും അഭയം നൽകാൻ പറ്റാത്ത സാഹചര്യവും ഉണ്ടാകും. ഇപ്പോൾ തന്നെ ഉക്രൈൻ്റെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ റഷ്യ പിടിച്ചെടുത്ത അവസ്ഥയിലാണുള്ളത്. റഷ്യ പുതിയ ആണവ മിസൈൽ പുറത്തെടുത്ത് പരീക്ഷണം കൂടി നടത്തിയതോടെ ഉക്രൈനിലേക്ക് ആയുധങ്ങൾ അയച്ചിരുന്ന മറ്റ് നാറ്റോ രാജ്യങ്ങളും വലിയ ആശങ്കയിലാണുള്ളത്. അമേരിക്ക ഉക്രൈനുള്ള സഹായം നിർത്തിയാൽ അതേ നിമിഷം തന്നെ മറ്റ് സഖ്യരാജ്യങ്ങളും ഉക്രൈനെ കൈവിട്ടു തുടങ്ങും. അതോടെ ഉക്രൈൻ അവിടെ ഒറ്റപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. കലിതുള്ളി നിൽക്കുന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ കൈപിടിക്കാൻ ട്രംപ് പരിശ്രമിക്കുമ്പോൾ പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കാൻ ട്രംപിന്റെ വലങ്കയ്യായ ഇലോൺ മസ്ക് രംഗത്തിറങ്ങി എന്ന് വേണം നമ്മൾ ഇതിൽ കൂടെ മനസ്സിലാക്കാൻ. ഇതിന്റെ ഭാഗമായി ഇറാന്റെ UN അംബാസഡർ സയ്യിദ് ഇരിവാനിയുമായി ഇലോൺ മസ്ക് ന്യൂയോർക്കിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയതായാണ് പ്രമുഖ അമേരിക്കൻ മാധ്യമമായ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ചർച്ചയുടെ വിശദാംശങ്ങളെക്കുറിച്ച് മസ്കോ ഇറാൻ പ്രതിനിധിയോ ഒരു വിവരവും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല.
ന്യൂയോർക്ക് ടൈംസ് പറയുന്നതനുസരിച്ച് നവംബർ 10-നാണ് കൂടിക്കാഴ്ച നടന്നിരിക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾ ലഘൂകരിക്കാനുള്ള ശ്രമമായാണ് ഈ കൂടിക്കാഴ്ചയെന്നാണ് മസ്കുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ചർച്ചയെ പോസിറ്റീവായ നീക്കമെന്നാണ് ഇറാനിയൻ വൃത്തങ്ങൾ പ്രതികരിക്കുന്നത്. ന്യൂയോർക്ക് ടൈംസ് ഇങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. നടന്നതോ നടക്കാത്തതോ ആയ സ്വകാര്യ മീറ്റിംഗുകളുടെ റിപ്പോർട്ടുകളെക്കുറിച്ച് നിയുക്ത പ്രസിഡന്റ് അഭിപ്രായം പറയില്ല എന്നാണ് ട്രംപിന്റെ വക്താവ് സ്റ്റീവൻ ചൂങ് ഇതേക്കുറിച്ച് പ്രതികരിച്ചത് എന്നതും നമ്മളിവിടെ ഓർക്കേണ്ടതുണ്ട്. ഐക്യരാഷ്ട്രസഭയിലെ ഇറാൻ പ്രതിനിധിയും ഇത് സംബന്ധിച്ച ഒരു പരസ്യ പ്രതികരണത്തിന് ഇതുവരെ തയ്യാറായിട്ടില്ല. ട്രംപ് ഭരണകൂടത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി പുതിയതായി ഒരു വകുപ്പ് തന്നെ സൃഷ്ടിച്ചാണ് അതിന്റെ തലപ്പത്ത് ഇലോൺ മസ്കിനെ ട്രംപ് ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മസ്കിന്റെ എല്ലാ നീക്കങ്ങൾക്കും ഔദ്യോഗിക സ്വഭാവമുണ്ടെന്നതും നമുക്ക് വ്യക്തമാണ്. സമാധാനം ശക്തിയിലൂടെ എന്ന തന്റെ സിദ്ധാന്തത്തിന്റെ ഭാഗമായാണ് ട്രംപ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇസ്രയേൽ അനുകൂലികൾ മാത്രമല്ല, ഇറാൻ അനുകൂലികളും അദ്ദേഹത്തിന്റെ ടീമിന്റെ ഭാഗമായി ഇപ്പോൾ നിലവിലുണ്ട്. തന്റെ ആദ്യ ഭരണകാലത്ത് ട്രംപ് 2015 ഇറാൻ ആണവ കരാർ വലിച്ചു കീറുകയും ഇസ്ലാമിക റിപ്പബ്ലിക്കിനെതിരെ സാമ്പത്തിക ഉപരോധം അഴിച്ചുവിടുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. 2020 ജനുവരിയിൽ ഇറാഖിൽ ഒരു ഡ്രോൺ ആക്രമണത്തിനും അദ്ദേഹം ഉത്തരവിടുകയുണ്ടായി. ഈ ആക്രമണത്തിലൂടെയാണ് ഇറാന്റെ മുതിർന്ന സൈനിക കമാൻഡറായിരുന്ന ഖാസിം സുലൈമാനിയെ വധിച്ചിരുന്നത്. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ ഉദ്യോഗസ്ഥർക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയെന്ന് ആരോപിച്ചായിരുന്നു ഈ പ്രതികാര നടപടി. ഖാസിം സുലൈമാനിയെ അമേരിക്ക കൊലപ്പെടുത്തിയതോടെ ഇറാൻ അമേരിക്ക ബന്ധമാണ് കൂടുതൽ വഷളായിരുന്നത്. ട്രംപ് ഉൾപ്പെടെ ഖാസിം സുലൈമാനിയെ വധിക്കാൻ പ്രത്യക്ഷമായും പരോക്ഷമായും ഇടപെട്ട എല്ലാ ഉദ്യോഗസ്ഥരെയും വധിക്കുവാൻ ഇറാൻ ചാവേറുകളെ ഇറക്കിയതായി CIA മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ട്രംപിന് നേരെ നിരവധി വധശ്രമങ്ങൾ ഉണ്ടാകുന്നത്. 2020 ജനുവരി 8-ന് തെഹ്റാനിലെ ഇമാം ഖമേനി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഉക്രൈനിലെ കീവിലേക്ക് പോകാൻ പറന്നുയർന്ന ഉക്രൈൻ ഇന്റർനാഷണൽ എയർലൈൻസിന്റെ PS-752 വിമാനം തകർന്നു വീണ് വിമാനത്തിലുണ്ടായിരുന്ന 176 പേരും മരിച്ചു. US-ഉമായുള്ള ഏറ്റുമുട്ടലിനിടെ വിമാനം അബദ്ധത്തിൽ വെടിവെച്ചിട്ടതാണെന്നാണ് ഇറാൻ സൈനിക ഉദ്യോഗസ്ഥർ പിന്നീട് സമ്മതിച്ചത്. മാർച്ച് 18-ന് 9 സ്ഥാപനങ്ങളെയും 3 വ്യക്തികളെയും ലക്ഷ്യമിട്ട് ഇറാനുമേൽ US പുതിയ ഉപരോധം ഏർപ്പെടുത്തുകയായിരുന്നു. അവർ പ്രധാനമായും ലക്ഷ്യമിട്ടത് ഇറാന്റെ പെട്രോകെമിക്കൽ വ്യവസായത്തെയായിരുന്നു. ഇറാൻ കൂടുതൽ സാമ്പത്തികവും നയതന്ത്രപരവുമായ അരികുവൽക്കരണം അർഹിക്കുന്നുവെന്ന് US സെക്രട്ടറി മൈക്ക് പോംപിയോ വ്യക്തമാക്കുകയും അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. കൊറോണ വൈറസ് പൊട്ടിപ്പുറപ്പെട്ടിട്ടും ഇറാനുമേൽ ഉപരോധം നീക്കാതെ US മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. സാമ്പത്തിക ടെററിസത്തിൽ നിന്ന് മെഡിക്കൽ ടെററിസത്തിലേക്ക് അമേരിക്ക നീങ്ങുകയാണെന്ന് ഇറാനിലെ അക്കാദമീഷ്യനും ഡിപ്ലോമാറ്റുമായ മുഹമ്മദ് ജവാദ് സരീഫ് അന്ന് ആരോപിച്ചിട്ടുണ്ടായിരുന്നു. ഇറാനെതിരായ സാമ്പത്തിക ഉപരോധങ്ങൾ ലഘൂകരിക്കണമെന്ന് US-നോട് ആവശ്യപ്പെട്ടുകൊണ്ട് ന്യൂയോർക്ക് സിറ്റി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംഘടനയായി ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ഒരു റിപ്പോർട്ട് പുറത്തിറക്കി. കൊറോണ വൈറസ് രോഗബാധയുടെ വർദ്ധിച്ചുവരുന്ന ആരോഗ്യ പ്രത്യാഘാതങ്ങളോട് വേണ്ടത്ര രീതിയിൽ പ്രതികരിക്കുന്നതിൽ നിന്ന് ഇറാൻ സർക്കാരിനെ ഈ ഉപരോധങ്ങൾ തടഞ്ഞു നിർത്തുന്നുവെന്നും റിപ്പോർട്ടിലുണ്ടായിരുന്നു. പിന്നീട് മെയ് 20-ന് കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾ ആരോപിച്ച് ഇറാന്റെ ആഭ്യന്തര മന്ത്രിയെയും മുതിർന്ന നിയമപാലകരെയും ലക്ഷ്യമിട്ട് US മറ്റൊരു ഉപരോധം പ്രഖ്യാപിച്ചിരുന്നു. ഈ ഉപരോധത്തെ ഇറാൻ തള്ളിക്കളയുകയും ചെയ്തു. പിന്നീടാണ് ജൂൺ 29-ന് ട്രംപിനും അദ്ദേഹത്തിന്റെ കൂട്ടാളികൾക്കുമെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച് ഇറാൻ രംഗത്ത് വരികയും അതിനായി ഇന്റർനാഷണൽ ക്രിമിനൽ പോലീസ് ഓർഗനൈസേഷനായ ഇന്റർപോളിനോട് ഇറാൻ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തത്. നാടകീയ രംഗങ്ങൾക്കായിരുന്നു കഴിഞ്ഞ ട്രംപ് ഭരണകൂടത്തിൽ ആഗോള ജനത സാക്ഷ്യം വഹിച്ചത്. പുതിയ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ തന്നെ ഇറാന്റെ ആണവ നിലയങ്ങളെ ഇസ്രയേൽ ആക്രമിക്കണമെന്ന് ട്രംപ് പ്രസ്താവന ഇറക്കിയിരുന്നു. എന്നാൽ അതേ ട്രംപ് മസ്കുമായി ചേർന്ന് യുദ്ധം പരിഹരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് അമേരിക്കയിൽ യുദ്ധമുണ്ടാക്കിയ സാമ്പത്തിക രാഷ്ട്രീയ പ്രശ്നങ്ങളെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാകണം. അതുകൊണ്ട് തന്നെ ട്രംപ് ഇവിടെ തോൽക്കുകയാണ് ചെയ്യുന്നത്. ഇറാന്റെ ജയവുമാണ് നമ്മളിതിലൂടെ മനസ്സിലാക്കേണ്ടത്. എന്തൊക്കെയായാലും ഇലോൺ മസ്കിനെ പോലെ ഒരു വ്യക്തിക്ക് ഒരു ബിസിനസ്സുകാരന്റെ ആവശ്യം ബിസിനസ് മാത്രമാണ്. മറ്റൊരു വാർത്തയും വിശകലനവുമായി വീണ്ടും എത്താം. നിങ്ങളുടെ അഭിപ്രായം എന്തുതന്നെയായാലും കമന്റ് ചെയ്യും. നന്ദി.